23 വർഷക്കാലം പ്രബോധനം നടത്തി എന്റെ അനുയായികൾ എത്രയോ സ്വഹാബത്ത് ജീവിതം സമർപ്പിച്ച് ത്യാഗം സഹിച്ച് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ സ്വഹാബികൾ കരളും ജീവനും സമർപ്പിച്ച് കാത്തു സൂക്ഷിച്ച പരിശുദ്ധ ഇസ്ലാം ഇത് 73 വിഭാഗമാണെന്ന് മാത്രമല്ല ഒരു വിഭാഗം ഒഴികെ ബാക്കിയുള്ള മുഴുവനും നരകത്തിലേക്കാണ് എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് വളരെ എക്സൈറ്റ്മെന്റിൽ ചോദിച്ചു യാ റസൂലല്ലാഹ് ഏതാണ് ആ ഒരു വിഭാഗം? മാ അന അലൈഹി വസഹബിഹി, ഞാനും എന്റെ സ്വഹാബത്തും പിടിച്ച, ഞാനും എന്റെ സ്വഹാബത്തും കാണിച്ചു കൊടുത്ത അഹ്ലുസുന്നത്തി വൽ ജമാഅ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ നല്ല എക്സ്പ്ലനേഷൻ പറഞ്ഞിരുന്നു. സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ജമാഅത്തി സ്വഹാബ. ഞാനും എന്റെ സ്വഹാബത്തും വിശ്വസിച്ച് കാത്തു സൂക്ഷിച്ച ഒരു ആദർശവും ഒരു റൂട്ടും, ആ റൂട്ടിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് സ്വർഗ്ഗം കിട്ടുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്തിനാണ് സംഘടന എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ ആൻസർ 73 വിഭാഗവും ഈ ഭൂമിലോകത്ത് പറയും ഞങ്ങളാണ് അഹ്ലുസ് സുന്ന എന്ന്. കാരണം തങ്ങളെ വിഭാഗമാണ് 73 പാർട്ടി, അത് പുറത്തുനിന്നല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂട്ടിയിട്ടുള്ള വിഭാഗമല്ല. മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന വിഭാഗം തന്നെ 73 ആണ്. മുസ്ലിങ്ങൾ അതിന്റെ വിശദീകരണത്തിൽ പറയുന്നതാണ്. ഉള്ളിലുള്ള 73 വിഭാഗം എല്ലാവർക്കും പറയാനുള്ളത് ഞങ്ങളാണ് അഹ്ലുസ് സുന്നയുടെ ആളുകൾ എന്നാണ്. അപ്പൊ സത്യമായ അഹ്ലുസ് സുന്ന ഏതാണ് എന്നത് കൃത്യമായി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് സംഘടന എന്നുള്ളത് എന്ന് നാം ആദ്യമായി മനസ്സിലാക്കണം. ചില നമുക്ക് തന്നെ ചില തോന്നാറുണ്ട്, കുറെ മീറ്റിങ്ങുകളൊക്കെ കാണുമ്പോൾ എന്തിനാ സംഘടന, എന്തിനാ സംഘടന, എന്തിനാ സംഘടന. പഴയ കാലത്ത് സംഘടന ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും. പഴയ കാലത്ത് സംഘടനയുടെ ആവശ്യമില്ല. പൊന്നാനിയിൽ വെളിയക്കോടിൽ ഉമർ ഖാദി ഒരു തീരുമാനം പറഞ്ഞാൽ അതിനെതിരെ പറയാൻ ഒരാളും അന്നില്ല. അതേപോലെ തന്നെ പൊന്നാനി മമ്മിക്കുട്ടി ഖാദി ഒരു അഭിപ്രായം മസല പറഞ്ഞാൽ അന്ന് അതിനെതിരെ ശബ്ദിക്കാൻ ഒരാളും അന്നില്ല. ഇങ്ങനെ ഓരോ തലങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും ഓരോ മഹല്ലുകളിലും ആ മഹല്ലിന്റെ ഖതീബും ഖാദിയും ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ ജില്ലയിൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യാനോ അതിനെതിരെ പ്രവർത്തിക്കാനോ ഒരു വിഭാഗം പഴയ കാലത്തില്ല. അതുകൊണ്ട് സംഘടന ആവശ്യം ഇല്ല. സംഘടന ഇല്ലാത്ത ആളുകളെ നിങ്ങൾ നോക്കൂ. പേരോട് ഉസ്താദിന്റെ വഴക്ക് നിങ്ങൾ ധാരാളം കേട്ടവരായിരിക്കും. ഉസ്താദ് കുറ്റ്യാടിയെ പറ്റി എപ്പോഴും പറയുന്നുണ്ട് നാദാപുരം ഭാഗത്ത്. അവിടെ പഴയ കാലത്ത് സംഘടന വരുന്നതിന് മുമ്പ് 1926